ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സ്പെഷ്യൽ മീൻ കറിയാണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് അരച്ച ചൂരക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചൂരക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/4 കിലോളം വരുന്ന കേരച്ചൂര. അപ്പോൾ കേരച്ചൂര അല്ലെങ്കിൽ നമുക്ക് നെമ്മീനാണേലും എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിക്കകത്ത് കുറച്ച് സംഭവങ്ങൾ നമുക്ക് അടിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഒരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തൊരു 1 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് നമുക്ക് ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് അടിച്ച് നമ്മൾ കൊണ്ടുവരണം, നന്നായിട്ട് അടിച്ച് കൊണ്ടുവരണം. ഇനി അതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സിനകത്തോട്ട് ഞാൻ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായാലും മതി. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ഞാൻ ഈ കാണിച്ചേക്കുന്ന വലുപ്പത്തിലുള്ള ഇഞ്ചി വേണം. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഞാൻ നടുവേ കീറിയിട്ടുള്ളതാണ് ഇട്ടേക്കുന്നത്. ഇനി അതിന് ശേഷം ഒരു 15 കൊച്ചുള്ളി നമുക്ക് വേണം, ഒരു 10-15 കൊച്ചുള്ളിയും കൂടെ വേണം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു കുഴമ്പ് പോലെയല്ല, അതിലും കുറച്ചും കൂടി ഒരു ടൈറ്റായിട്ട് വരുന്ന പരുവത്തിൽ വേണ്ടിയിട്ട് വരുന്ന വെള്ളം ചേർത്ത് അടിച്ച് നമുക്ക് കൊണ്ടുവരണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇടണം. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ, ഇപ്പോൾ നമുക്കിപ്പം എരി കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണെങ്കിലും ഇടാം. ഇപ്പോൾ ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതുകൊണ്ട് കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഞാൻ സാധാരണ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് വേണം. ഇനി ഈ മല്ലിപ്പൊടി നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് അടിച്ച് വെച്ച് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വയ്ക്കാം. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ ഭയങ്കര കുറച്ചാണ് ചേർക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എണ്ണ കുറച്ചിട്ടാണെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിനി എണ്ണ ഇട്ടതിന് ശേഷം ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ കടുക് ചേർക്കും. അപ്പം കടുക് ചേർത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം. അപ്പോൾ ഉലുവ ചേർത്തതിന് ശേഷം അതും നമ്മൾ നന്നായിട്ടതൊന്ന് നമ്മൾ ഇളക്കി ഉലുവയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തോട് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നമുക്ക് കറിവേപ്പില കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണെങ്കിലും നമുക്ക് ചേർക്കാം, നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പച്ചമുളക് നമ്മൾ നെടുവേ കീറിയ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു പച്ചമണം നമ്മളൊന്ന് മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു തക്കാളി നീളത്തിൽ കീറിയതാണ് ഞാൻ ഇടുന്നത് കേട്ടോ. തക്കാളി നല്ല നീളത്തിൽ കീറിയത് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം തീയിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ തീ കുറച്ചുമല്ല കൂട്ടിയല്ല, ഒരു മീഡിയം തീയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തക്കാളിയുടെ പച്ചമണവും നന്നായിട്ട് മാറി. ഈ പച്ചമണം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ടേസ്റ്റ് അത്ര നന്നായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമണം മാറണം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിൻ്റെ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ നമ്മൾ പൊടികളൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് തീ ഇച്ചിരി സിമ്മിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അപ്പോൾ അടി പിടിക്കത്തില്ല. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വടക്കമ്പുളി നമ്മളെടുത്ത് കുറച്ച് വെള്ളത്തിൽ നമ്മളിട്ട് ഒന്ന് കുതുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തോട്ട് ഈ വടക്കംപുളിയും അതുപോലെ തന്നെ നമ്മൾ ആ വടക്കംപുളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളവും കൂടെ നമ്മൾ ചേർക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഈ അരപ്പും അതുപോലെ ആ പുളിയൊക്കെ ഒന്ന് എല്ലായിടമൊക്കെ ഒന്ന് മിക്സായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിക്കകത്തുനിന്ന് അടിച്ചു വെച്ച് നമ്മൾ അരപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ അരപ്പ് ചേർത്തതിൻ്റെ ബാക്കി കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കുക. ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന വെള്ളം നമ്മൾ ചേർക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇപ്പം നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചേർക്കാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറി ചൂടായി നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം അതിരുന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് കുറുകി വരും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം അധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ടാണ് 1 കപ്പിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇച്ചിരി കൂടെ വെള്ളം ചേർത്തേക്കുന്നതിനകത്ത്. അപ്പം അത് നന്നായിട്ട് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തിള വരുന്നതൊക്കെ കാണാം. അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മുടെ പച്ച മീൻ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഏത് മീനാണോ എടുത്തേക്കുന്നത്, നിങ്ങൾ ചൂരയാണോ അല്ലെങ്കിൽ നെമ്മീനാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഒരിക്കലും നന്നായിട്ട് ഇളക്കാൻ പാടില്ല, കാരണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് നോക്കാം, കുറവാണെങ്കിൽ. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ഒരു അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി, നല്ല സ്പെഷ്യൽ അണ്ടിപ്പരിപ്പിട്ട് അരച്ച മീൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ നമ്മുടെ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാ മീൻ കറി ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.